Good morning. ഇത് ശശിധരൻ സിഡ്നി റിട്ടയർഡ് ബോയ്സിൻ്റെ വേറൊരു വ്ളോഗുമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതി ഇന്ന് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ ലിക്കർ മെർച്ചൻസിൽ വളരെ ഫേമസ് ആയ ഒരു ബ്രാൻഡ് ഒരു കമ്പനി ഉണ്ട്. അതിൻ്റെ പേരാണ് ഡാൻ വർക്കീസ്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻറ്റീരിയർ അവരുടെ ഡിസ്പ്ലേയും അവരുടെ സ്റ്റോക്ക് ഐറ്റംസ് അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ്. I think it will be very interesting for me. Dan Murphy, Richard Price. ഇത് സെവൻ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഇന്റീരിയറിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അകത്തൊക്കെ ഇവിടുത്തെ പരിപാടി ഇവിടുത്തെ കൾച്ചർ ഒക്കെ കാണിച്ചു തരാൻ പോവാണ്. ഒരു ബിസി സ്ഥലമാണ്. ബട്ട് ഇപ്പോൾ വീക്കെൻഡിലാണ് സാധാരണ ബിസി ആവുന്നത്. ഇന്നിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഓഫ് ദ ഡേ ആണ്. ഇതിന് ട്രോളി ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ട്രോളി നിറച്ചുമാണ് ആൾക്കാർ വൈനും വിസ്കിയും ബ്രാൻഡി ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1878 നവംബർ. ഇതിൽ ബ്ലാക്ക് ടൗൺ ബ്ലാക്ക് ടൗൺ വൈൻ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുക. ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അതിമനോഹരമാണ്. ഇതൊക്കെ വൈൻ പ്രൈസ് ഹ്യൂജ് സ്റ്റോറാണ്. ഇതിൻ്റെ പ്രൈസസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓരോ ബ്രാൻഡിൻ്റെതും. വൈൻ പ്രൊഡ്യൂസിങ് കൺട്രി ആയതിൻ്റെ പേരിൽ ഇവിടെ വെറൈറ്റീസ് ഒരു 100 and 2000 വെറൈറ്റീസ് എന്ന് പറയാം. നമുക്ക് വൈൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഇത് മനോഹരമായിട്ടാണ് ഈ സാധനങ്ങൾ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. കണ്ടോ? ഷിറാസ് ബ്രാൻഡ്, ഇത് നല്ലൊരു ബ്രാൻഡാണ്. എൻഫോൾഡ്സ്, ഷിറാസ്. ഞാനിവിടെ ഒരു 18 കൊല്ലം മുമ്പേ വന്നപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ സിഡ്നി ലാൻഡ് ചെയ്തു. ഈ സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ബൈ ചാൻസ് കൊണ്ടുവന്നു. അന്ന് ഞാൻ ഇവിടെ വന്ന് ബസ് ഇറങ്ങി ട്രെയിൻ ഇറങ്ങി അവൻ പറഞ്ഞു ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് ബൈ സംതിങ് എന്ന് പറഞ്ഞിട്ട് ഈ സംതിങ് വാങ്ങിക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ് ഇത്. ഓൾമോസ്റ്റ് 18 years ഓവറായി. അപ്പോൾ അന്ന് ആക്ച്വലി ഞാൻ ന്യൂസിലാൻഡിൽ നിന്നാണ് വന്നത്. പക്ഷെ ന്യൂസിലാൻഡിൽ പോലും ഇതേമാതിരി ഒരു ഔട്ട്ലെറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് വെരി ഷോക്കിംഗ്. ആൾക്കാർ ട്രോളി നിറച്ചും കാർട്ടൂൺ കണക്കിന് സാധനങ്ങൾ കൊണ്ടുപോകാം. ഇത് തന്നെ ഈ വൈനും വിസ്കിയും ഒക്കെ ആയിട്ട്. ഇങ്ങനെ ബിയറാണ് ഇവിടെ അധികവും ആൾക്കാർ കഴിക്കുന്നത്. ബിയർ ഡ്രിങ്കേഴ്സാണ് ഞാൻ ന്യൂസിലാൻഡിലും കണ്ടത്. തണുത്ത് വിറച്ചിരിക്കുന്ന വെതറിലും അവർ തണുത്ത കോൾഡ് ചിൽ ബിയർ അടിക്കുകയായിരുന്നു. അതായിരുന്നു അവിടുത്തെ ഒരു കൾച്ചർ ഞാൻ കണ്ടത്. ഇപ്പം ഞാൻ ഇതിൻ്റെ പെരിഫെറിയിലൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്തുള്ള അയൽസിലൊക്കെ പോവാം. ഇറ്റ് ലുക്സ് ലൈക്ക് വണ്ടർഫുൾ. ഇവരുടെ ബ്രാൻഡ്, ഇവരുടെ ഡിസ്പ്ലേ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഞാൻ ഓട്ടോമോട്ടീവ് ഫീൽഡിൽ മാനേജ്മെൻറ്റ്, വെയർ ഹൗസ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കുള്ള ഒരു ഇതുണ്ടായിരുന്നത് ഡിസ്പ്ലേ ആയിരുന്നു.
ഈ സാധനങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്പ്ലേ, ഈവൻ സ്പെയർ പാർട്സും അതിൻ്റെ കാർട്ടണും ബോക്സും എല്ലാം ഒരു വേ ഓഫ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഗൾഫ് വിട്ട് വന്നിട്ട് ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. പീപ്പിൾ ആർ സോ സോ കോഷ്യസ്. ദേ വാണ്ട് ടു ഡിസ്പ്ലേ ഇൻ റിയൽ ആർട്ടിസ്റ്റിക് വേ. പിന്നെ ഇതുമാതിരി പ്രൈസും ടാഗിങ്ങും ഇതൊക്കെ നമ്മൾ വി ലേൺഡ് ഇറ്റ്, വി ഡിഡ് പ്രാക്ടിക്കലി ഓൾ ദോസ്. അപ്പോൾ ആ കൾച്ചറിൻ്റെ ശേഷം ഇവിടെയാണ് ഞാൻ ഒരു ഡിസിപ്ലിൻ കാണുന്നത്. ദാറ്റ് വേ ഇറ്റ് ഈസ് ഡിസ്പ്ലേഡ്, ഇറ്റ്സ് വണ്ടർഫുൾ. ഇത് ഞാൻ ഈ അയലിലൂടെ ജസ്റ്റ് പോയിട്ട് ഇതുണ്ട്, ഡ്രൈ ബിയർ കാർട്ടൺസ് ആണ് ഇതൊക്കെ. പിന്നെ ഇത് ലൂസായിട്ടും 5ആയിട്ടും 6ആയിട്ടുള്ള പാക്കും ഉണ്ട്. ഇതുകൊണ്ട് ജാപ്പനീസ് ബ്രാൻഡാണ് SI. ഞാൻ ജപ്പാനിൽ പോയപ്പോഴേ ഐ ട്രൈ ടു ഗോ ടു ദർ ഫാക്ടറി. ഇത് വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, വേറൊരു ബിയർ ഫാക്ടറിയിലും ഞാൻ പോയിരുന്നു. ലുക്ക് അറ്റ് ദിസ്. ഇത് ഫ്രീസ്, ഐ മീൻ കോൾഡ് ഇതാണ്. ഇപ്പോൾ കോൾഡ് വേണ്ടവർക്ക് ഈ ഇതിൽ നിന്ന് എടുക്കാം. ഇന്റർനാഷണൽ ബിയർ എന്ന് കാണുന്നത് ഇത് ഇവിടുത്തെ. ഓക്കെ, നമ്മളെ നാടൻ ബ്രാൻഡും പണ്ട് ഉണ്ടായിരുന്നു, ഏതോ സ്ഥലത്ത് ഞാൻ നാടൻ ഇതും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജാപ്പനീസ് ആണ്. ടൈഗർ ഓസ്ട്രേലിയൻ, ഇവിടുത്തെ ഓസ്ട്രേലിയൻ ലോക്കലിനും ഉണ്ട്. ജിഞ്ചർ ബിയർ. വാവ്, ഇതിപ്പം പെട്ടെന്ന് തണുത്തത് അടിക്കാനുള്ള പരിപാടി. ഇതിൻ്റെ അകത്തൊരു റൂം തന്നെ ഉണ്ട്, ഒരു ഫ്രീസർ യൂണിറ്റ് ആണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കോൾഡ് ബിയറിൻ്റെ വോക്ക് ഇൻ ചെയ്ത് നോക്കാം. വാവ്, ഇത് കംപ്ലീറ്റ് ഫ്രോസൺ ഏരിയ ആണ്. പണ്ട് കോൾഡ് സ്റ്റോറേജിലൊക്കെ പോയ മാതിരി നമ്മുടെ നാട്ടിൽ മട്ടണും ബീഫൊക്കെ സ്റ്റോർ ചെയ്യുന്ന മാതിരി ഒരു വലിയ റൂം തന്നെ ചിൽഡാണ്. ഇതിനകത്ത് ചിൽഡ് ബിയറിൻ്റെ ഒരു പരിപാടി. ഇറ്റ്സ് വണ്ടർഫുൾ അല്ലേ. ഇവിടെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഇഷ്ടം പോലെ. ഇതിൻ്റെ പ്രൈസ് കേട്ടില്ലേ, 60 to 417. മെമ്പർ, ബൈ ദ വേ ഞാനിവിടെ ഒരു മെമ്പറാണ്. മെമ്പേഴ്സിന് സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്, റിഡ്യൂസ്ഡ് പ്രൈസാണ്. ഞാനിവിടെ ഒരു 10-18 വർഷമായിട്ട് മെമ്പറാണ്. സോ ഇറ്റ് ഈസ്, അതായത് നമ്മൾ വേറെ എവിടെയും പോകാറില്ല. വേറെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, പക്ഷേ ഇതാണ് ഇവരുടെ ജോയിൻറ്റ് കമ്പനി. പിന്നെ ഇവർ പറയുന്നത് ഇവരെ പ്രൈസ് ആർക്കും ബീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. സോ ദേ ആർ ദ ചീപ്പസ്റ്റ് എന്ന് പറയും. സോ നാച്ചുറലി നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇവിടുന്ന് തന്നെ വാങ്ങിക്കുമ്പോൾ പല വെറൈറ്റീസും ട്രൈ ചെയ്ത് വാങ്ങിക്കുകയാണ്. കണ്ടില്ല, കാർട്ടൂൺ കണക്കിനെ ഫുൾ കാർട്ടൂൺ ഇത് കൂളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. VB വിക്ടോറിയ ബിറ്റർ ടൂഹീസ്, ഇത് ഇവിടുത്തെ ലോക്കൽ ബ്രാൻഡാണ്. ഡ്രോട്ട്സ്, റിയലി മൈൻഡ് ബോഗ്ലിംഗ്. ഇത്ര വെറൈറ്റീസ് ഉണ്ട്. ആൾക്കാരുടെ ചോയ്സ് പ്രകാരം അവർ വന്നിട്ട് വായിക്കുന്നുണ്ട്. 61.95 ഇതിൻ്റെ പ്രൈസ്. മെമ്പറിന് 47.90 കിട്ടുന്നു. Isn't it wonderful? Wow. ഇതുമാതിരി പരിപാടി നമ്മളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. Chilled beers again. സോ വളരെ എൻകറേജിങ് ആണ്. നമ്മൾ മെമ്പർ പ്രൈസ് കാണുമ്പോൾ ഓക്കെ നമുക്ക് കൊള്ളാമല്ലോ എന്ന് നമ്മൾ വാങ്ങിച്ചു പോവും. പിന്നെ ഇവിടെ എയർപോർട്ടിൽ കിട്ടുന്ന സാധനം ഇതിലും കുറച്ചും കൂടി ചീപ്പറായിരിക്കും. ഡ്യൂട്ടി ഫ്രീ ആണ് അവിടെ. അതേ സമയത്ത് നാട്ടിൽ പോയി വരുമ്പോൾ എയർപോർട്ടിൽ നമുക്ക് അലാവ് ചെയ്ത് ഇത്ര കോട്ട ഇത്ര വാങ്ങിക്കാമെന്നുണ്ട്, ഒരാൾക്ക് ഇത്ര ലിറ്റേഴ്സ് 2 ലിറ്റേഴ്സ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ ഇതുമാതിരിയുള്ള റിസോഴ്സസ് ഒക്കെ ഉള്ളൂ. ഇവിടെ വൈൽഡ് ടർക്കി, ജിംബ്രീം, ഇവിടുത്തെ ഒരു കാര്യമായ സംഭവമാണ്. അധികവും യങ്സ്റ്റേഴ്സൊക്കെ അതാണ് കഴിക്കുന്നത്. ഇതാണ് ജെന്റിൽമാൻസ് ജാക്ക് ഡാനിയൽസ്. ഇതെല്ലാം ജാക്ക് ഡാനിയൽസാണ്.
പിന്നെ ഇത് കൊടുക്കുന്നു വോഡ്ക, വൈൽഡ് ടർക്കി. അധികം ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആണ്, എല്ലാം കനേഡിയൻ ക്ലബ്, എല്ലാവിടെയും കിട്ടുന്ന സാധനം തന്നെയാണ്. പക്ഷേ എനിക്കിതിൻ്റെ ഡിസ്പ്ലേ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത്. ഇത് കിടക്കുന്നത് ഡബിൾ ബ്ലാക്ക്. പ്രൈസ് അതിൻ്റെ 88 ആണ് മെമ്പർ പ്രൈസ്. ഗോൾഡ് ലേബിൾ കിടക്കുന്നു $144.99. ഗ്രീൻ ലേബിൾ ആണ്, ഗോൾഡ് ലേബിൾ. ഷിവാസ് റീഗൽ 52, ബ്ലാക്ക് ലേബിൾ, റെഡ് ലേബിൾ, റെഡ് ലേബിൾ. വാവ്, ഡിംപിൾ. ഓ, ഇതാണ് നമ്മളെ നാടൻ വാലന്റൈൻസ്. നാട്ടിൽ കിട്ടുന്ന നമ്മളെ കൊളോക്കൽ നമ്മളെ ഫ്രണ്ട്സ് പറയേ ഇത് ബാലാട്ടൻ എന്നാ പറയാ അതിന്. വാലന്റൈൻ ബാലാട്ടൻ. ഡിംപിൾ. ആ, ഇത് നല്ലൊരു സംഭവമാണ്. ഗ്ലെൻഫിഡിച്ച്. അതിൻ്റെ റേറ്റ് കണ്ട 126, 145. ഓഫറൊന്നും ഇല്ല അതിന്. ഇതൊക്കെ സിംഗിൾ മാൾട്ട് പരിപാടികളാണ്. ഇത് നടക്കുന്നത് സിംഗിൾ മാൾട്ട്. നമ്മുടെ ഫങ്ഷണൽ പാർട്ടിയിലൊക്കെ അധികം ഇതാണ് എടുക്കുന്നത്. ഇറ്റ്സ് എ വെരി സോഫ്റ്റ്, വെരി നൈസ് ഡ്രിങ്ക് ആസ് വെൽ. ഗ്ലെൻമോറെ. ഇത് ഞാൻ എൻ്റെ കുറച്ച് കള്ളുടിയൻ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും, നാട്ടിലുള്ളവർക്ക്. അവർക്കൊക്കെ കൊതിയാവും. അപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇതേമാതിരി വല്ല സാധനം കൊണ്ടുവന്ന് നമുക്ക് അവിടെ വെച്ച് അടിക്കാം, ഒരു ടൈം പാസ്. ഇതിൽ നിന്നൊക്കെ നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് എന്നെ അറിയിക്കാമെങ്കിൽ എൻ്റെ അലൗഡ് ഒരു അലവൻസ് ഉണ്ടല്ലോ, ഐ ക്യാൻ ബ്രിങ് ഇറ്റ്. നമ്മളൊരു ഫ്രണ്ട്, കണ്ണൂർ ബേസ്ഡ് ഫ്രണ്ടിൻ്റെ പേര് പറയുന്നില്ല, പുള്ളിക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, എനിക്കൊരു വിശ്വാസമുണ്ട്. ഇതൊക്കെ എയർപോർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഡ്യൂട്ടി ഫ്രീ റേറ്റിലും കിട്ടുന്നതായിരിക്കും. ആക്ച്വലി അത് കുറച്ചും കൂടി ചീപ്പർ ആയിരിക്കുമല്ലോ. ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെയല്ല. ഇതാണ് $5,350 വർത്ത് ഓഫ് ബ്രാൻഡ് റെമി മാർട്ടിൻ. അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ, കിടക്കുന്നു 101 റെമി മാർട്ടിൻ. 74. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ബക്കാടി. ഒരു കാലത്ത് എൻ്റെ ഫ്രണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ബക്കാടി. ഇവൻ ഗൾഫിൽ നമ്മൾ കുറച്ചും കൂടി ജോളിയായിട്ട് നിന്ന സമയത്തൊക്കെ ബക്കാടി വൈറ്റ് റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ സമയത്തൊക്കെ നല്ല ജോളിയായിരുന്നു. എൻ്റെ ഒരു മെമ്മറി ഉണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ ഐൽസിലൂടെ പോയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്. നെപ്പോളിയൻ, പഴയ നെപ്പോളിയൻ. ഓ വാ, ജിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിൻ ബ്രാൻഡ്സ് കിടക്കുന്നു. പെഗ് മെഷേഴ്സ്, വോഡ്ക. വാവ്, വോഡ്കകൾ. ഇത് റഷ്യൻ ബ്രാൻഡാണ്. $39.90 ചീപ്പസ്റ്റ് എന്നാണ് തോന്നുന്നത് എനിക്കിത്. അബ്സല്യൂട്ട് കിടക്കുന്നു. പല ആൾക്കും ബോട്ടിലിൻ്റെ ഷേപ്പ് കൊണ്ട് മനസ്സിലാവുമല്ലോ ഇത് എന്താണ് സംഭവം. യങ്സ്റ്റേഴ്സ് നമ്മൾ ചിലവർക്ക് നടക്കുന്ന ഒരു സ്കൾ ഡിസൈൻ കൊള്ളാമല്ലോ. സ്കള് മെമ്പർ ഓഫർ $99. പണ്ടൊന്ന് കഴിച്ചിട്ടുണ്ടത്. ഓക്കെ, for the love of spirits, എന്താ ഡയലോഗ്. ശിവാശ്രീകൾ. ബോട്ടിലിൻ്റെ ഷേപ്പൊക്കെ എന്താ രസം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സാധനത്തിൻ്റെ ടേസ്റ്റോ, ഓ മൈ ഗോഡ്. ഇതൊക്കെ എന്താണോ. ആ, മെലിബു. എന്തൊരു ബ്ലൂ കളർ. Taya Maria. That's great. Gold brew coffee. Okay. Again. Brookwood.
ഇതൊക്കെ എന്തൊക്കെയോ സംഗതികൾ, എന്താണാവോ? ഓർഗാനിക് സംഭവങ്ങൾ, ഷിറാസ്. ഓക്കെ, വൈനാണ്, വൈൻ സെക്ഷനാണിത്. ഒരു 13ാമത്തെ അയിലാണിത്. കൊള്ളാമല്ലോ, മിനിയേച്ചേഴ്സ്. വേറെ വൈൻ, ഓസ്ട്രേലിയൻ വൈൻസ്. ആ, ആവറേജ് $10-11 വൈൻ കിട്ടാനുണ്ട്. അധികവും ഇവിടുത്തെ ആൾക്കാർ അധികവും ഞാൻ വൈൻ കുടിക്കുന്നതായിട്ടാണ് കാണാറ്. അവരെ ഹോബി. വീക്കെൻഡ് ആകുമ്പം തുടങ്ങും ഇവിടെ ആൾക്കാർ വരാൻ. ധാരാളം പേര് ട്രോളി നിറച്ചും വാങ്ങിച്ചു കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഞങ്ങളൊക്കെ അത്യാവശ്യം വല്ല പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ബൾക്ക് വാങ്ങിക്കുക എന്നല്ലാതെ, പിന്നെ വീട്ടിലുള്ളത് സ്റ്റോക്ക് എങ്ങനെ കിടക്കും നമുക്ക്, കൺസംഷൻ കുറഞ്ഞതിൻ്റെ പേരിൽ. പിന്നെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴും, പിന്നെ നമുക്ക് പാർട്ടി, ക്ലബ്ബ്, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഓക്കെ, ദെൻ വി ബൈ ലാർജ്. വൈനിൻ്റെ ഒരു കോലാഹലം തന്നെയാണ് ഇവിടെ. മൈ ഗോഡ്, എത്ര വെറൈറ്റീസ്! ഇതെപ്പോൾ തീരും? ഇവരുടെ സ്റ്റോക്ക് തീരില്ലാന്ന് തോന്നുന്നില്ല ഈ കണക്കിന്. ദിസ് ഈസ് സ്റ്റാക്ഡ് ലൈക്ക് ഫുൾ, യുനോ. ഗോഡ്, എന്താ ചെയ്യാ? ഷെറാണി. അധികം വൈറ്റ് വൈൻ, ലേഡീസ് അധികം റെഡ് വൈനാണ് കുടിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ ചില ഒന്ന് രണ്ട് യൂറോപ്യൻ ലേഡീസിനെ ഞാൻ കണ്ടപ്പോൾ, വീട്ടിൽ വന്നപ്പോൾ, അവർ പ്രിഫറബിളി ഐ വാണ്ട് വൈറ്റ് വൈൻ എന്ന് പറഞ്ഞു. അവർ റെഡ് വേണ്ടാന്ന് തന്നെ പറഞ്ഞു. ഐ ഡോണ്ട് നോ, സം പീപ്പിൾ ഹാവ് ദെയർ ഓൺ ടേസ്റ്റ് ബഡ്, യു നോ. Paradox. Taylors. പ്രൈസും കൊള്ളാമല്ലോ. $6 സാധനം, $13, $8 ഷിറാസ്. Reserve pink. Minato. Okay. Rob Dolan. Oh my God. Okay. So huge. $6 സംഭവം ത്രോ അവേ പ്രൈസ് ആണല്ലോ. $5 വൈൻ ഓൺ എ ഡൈം. വാവ്, ഡാൻസ് സീക്രട്സ്. ഏതായാലും ഞാനിന്ന് വാങ്ങിക്കാനൊന്നും പോകുന്നില്ല, ബിക്കോസ് ഐ ഹാവ് ഇനഫ് സ്റ്റോക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിച്ചത് വീട്ടിലുണ്ട്.
can't be bothered. ഇതാ ചെയ്യുക, ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് രസം. ഇതാണ് നമ്മളെ നാട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഡിസ്പ്ലേയും കൂടി ഉണ്ടെങ്കിൽ it would have been wonderful. Cabinet. Shiraz. Dan Murphy. Red blends. Bennett Noir. Chris. Chardonnay. ഓരോ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ ചെയ്യുക, വെറൈറ്റീസിൻ്റെ ഒരു കളിയാണല്ലോ ഇവിടെ. വൈറ്റ് വേരിയേഷൻ, Savonic Blanc, Riesling. Ting 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 ting. വീണ്ടും ബ്ലാക്ക് മൊജിറ്റോ. ഇത് യങ്സ്റ്റേഴ്സൊക്കെ കഴിക്കുന്ന കാണാം. ഇതിനകത്ത് ആൽക്കഹോൾ 4.8% ഉള്ള ഒരു മിക്സ്ഡ് ആയിട്ടാണ്. നമ്മുടെ പിള്ളേരൊക്കെ കഴിച്ച പോലെ തോന്നുന്നുണ്ട് എനിക്ക്. പാർട്ടിയിലൊക്കെ ഇവിടുത്തെ യങ് ഗേൾസൊക്കെ കഴിക്കുന്ന സാധനമാണ്. ഇതിലധികം ആൽക്കഹോൾ ഇല്ലാതിൻ്റെ പേരിൽ ഓടും. വൈൽഡ് ബെറീസ് സോഫ്റ്റ് ഡ്രിങ്കിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ. മിക്സ്ഡ് പാക്ക്. നിങ്ങൾ നേരത്തെ വന്ന റോവാണിത്. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ കലാപരിപാടികൾ ഇവിടുത്തെ എല്ലാം കവർ ചെയ്തു. നമുക്ക് മാനേജറോട് ചോദിക്കാം ഇവിടുത്തെ കോസ്റ്റ്ലിയസ്റ്റ് ബ്രാൻഡ് എന്താ കിടക്കുന്നത്. Hi Nick. Hi my friend. A question to you. I'm not recording you at least. What is the most costliest brand you are having in whiskey here? Yeah, the most expensive one. If you go into the corner. Oh yeah. Yeah, I saw that. I already. That's the expensive one. Oh, good one. Okay, yeah, good. Thank you very much indeed. I'll take leave and yeah, see you. അപ്പോൾ നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ റാക്കിൻ്റെ ഇടയിലൂടെ ഞാൻ നടന്ന് നിങ്ങളൊക്കെ കവർ ചെയ്ത് എൻ്റെ പേരിൽ എനിക്ക് വളരെ ഹാപ്പിനെസ് കിട്ടി. എന്നുവെച്ചാൽ നമ്മൾ ബ്രാൻഡ് ടേസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്റ്റൈലല്ലേ. ഇതിൽ ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു 5-6 ടൈപ്പ് ഐറ്റംസേ ഞാൻ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഇതൊന്നും നമുക്ക് റെഗുലറായിട്ട് കഴിക്കുന്ന സംഭവങ്ങളല്ല. ബട്ട് ഇറ്റ് ഈസ് വർത്ത് വൈൽ ഇങ്ങനെ ഒരു കവറേജ് ഞാൻ ചെയ്ത്. ഐ ഹോപ്പ് മെനി പീപ്പിൾ വിൽ ലൈക്ക് ഇറ്റ്. ദിസ് ഈസ് ഫൺ കേട്ടോ. ഇതൊരു വലിയ ലാർജ് ഏരിയയിലാണ് ഇവരുടെ പരിപാടികൾ. സോ മോസ്റ്റ് എക്സ്പെൻസീവ് ബ്രാൻഡി $5,000 ഓൾ ഡോളർ വിസ്കി ആണെന്ന് എന്നോട് പറഞ്ഞാണ്. So that's it. Thank you. Enjoy. Bye bye.